ഹലോ ഗൈസ്, ഇന്നൊരു കൂണിൻ്റെ കഥയായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു ഏപ്രിൽ മാസത്തിൽ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അങ്ങനെ വെച്ചിരുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുമ്മിൽ കൂട് എന്നൊക്കെ പറയൂ കേട്ടോ. അരിക്കൂണ്, പാൽക്കൂണ് എന്നൊക്കെ ഈ ഒരു വിഭാഗം കൂണ് അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ എന്തായാലും അരിക്കൂണ് എന്നാട്ടോ പറയാം. പണ്ട് ഈ കൂണൊക്കെ പറമ്പിലുണ്ടാകുമ്പോൾ രാവിലെ ഞങ്ങൾ പറിക്കാൻ പോകും കേട്ടോ. ഇത് പറിച്ചുകൊണ്ട് വന്ന് നന്നാക്കുന്നത് തന്നെ ഒരു വലിയ പണിയായിരുന്നു. ഇതിൻ്റെ അടിയിൽ മണ്ണുണ്ടാവും കേട്ടോ നല്ലോണം. അപ്പം മണ്ണൊക്കെ മാറ്റി കളഞ്ഞ് നല്ലോണം കഴുകി മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വിഷാംശമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് മഞ്ഞളിട്ട് വെക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമ്മമ്മയാണ് ഈ കൂണ് ഭിത്തിയിലുണ്ടായി നിൽക്കുന്നുണ്ടത്. അപ്പം തന്നെ ഞങ്ങൾ പോയി പറിച്ചു. അമ്മമ്മ അവിടെ നിന്നിട്ട് അരിയുന്നുണ്ടായിരുന്നു, അതായത് മണ്ണ് കളയുന്നുണ്ടായിരുന്നു. മണ്ണ് കളയാൻ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് മണ്ണ് കടിച്ചിട്ട് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, പറിച്ചു കൊടുത്തു. അപ്പം അമ്മമ്മ അവിടെ നിന്ന് അരിയും, എന്നിട്ട് കഴുകി തരും. ബാക്കി നമ്മൾ നോക്കിയാൽ മതി. പണ്ടൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ അമ്മയാട്ടോ ഉണ്ടാക്കി തരിക. അമ്മ ഇതിൽ തേങ്ങാക്കൊത്തും കാന്താരിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി തരും. തേങ്ങാക്കൊത്തല്ല, തേങ്ങ ചതച്ചതും കാന്താരിമുളകൊക്കെ ഒതുക്കി ഇട്ടിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട് ഗൈസ്. വീട്ടിൽ പോയിട്ടും കുറേ ദിവസമായി, എക്സാമും ആവാറായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാട്ടോ എന്തായാലും വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഓണത്തിൻ്റെ വെക്കേഷൻ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അമ്മമ്മ അത് മഞ്ഞളൊക്കെ ഇട്ട് കഴുകി തന്നു കേട്ടോ. കഴുകി തന്ന് പിന്നെ നേരെ പോയി കാന്താരി വറക്കലായിരുന്നു. കാന്താരിയും പറിച്ച് തേങ്ങയും ചിരവി വെച്ച് അത് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂണിലേക്ക് ഇടാം കേട്ടോ. കൂണിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടുള്ളൂ. കൂണിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും. കൂണിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും തേങ്ങ ഒതുക്കിയതും കാന്താരി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ കൂണ് മാത്രമല്ല കേട്ടോ, വേറൊരു തൊപ്പിക്കൂണും നമുക്ക് കിട്ടാറുണ്ട്. അത് കവുങ്ങിൻ്റെ തോട്ടത്തിലൊക്കെ പോയിട്ടാട്ടോ ഞങ്ങൾ പറിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ വലിയൊരു കവുങ്ങും തോട്ടാ, അത് നമ്മുടെ തന്നെയാണ്. അപ്പോൾ അവിടെ കൂണ് ഇങ്ങനെ ഉണ്ടായിരിക്കും മഴയത്തൊക്കെ. നമ്മൾ വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടോ കുട ചൂടി പോയിട്ടോ ഒക്കെ പണ്ട് കൂണ് പറിക്കുമായിരുന്നു. അതൊക്കെ ഇപ്പം നല്ല രസമുള്ള ഓർമ്മയായിട്ട് മാറിയില്ലേ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്.